പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. റോബുവിൻ്റെ കൃഷിത്തോട്ടം. ഈ കഥ കേൾക്കൂ. റോബു മുയൽക്കുട്ടൻ വികൃതി കാട്ടി കളിച്ചു നടക്കുകയായിരുന്നു. അവനോട് അമ്മ സങ്കടത്തോടെ പറഞ്ഞു, മോനെ റോബുക്കുട്ടാ, നീ കാടു കളിച്ചു നടക്കാതെ വേല ചെയ്യാൻ നോക്കേണം, വെറുതെ സമയം കളയല്ലേ. അവൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അച്ഛൻ ഗൗരവത്തിൽ പറഞ്ഞു, നമ്മുടെ മാളത്തിന് ചുറ്റുമുള്ള പ്രദേശം വൃത്തിയാക്കി അവിടെ എല്ലാം കാരറ്റ് കുഴിച്ചു വെച്ച് നനയ്ക്കണം, അല്ലാതെ നിനക്കിനി പച്ചവെള്ളം തരില്ല എന്ന് പറഞ്ഞ് കുറേ വിത്തുകൾ കൊടുത്തു. റോബുവിന് സങ്കടമായി, ഒപ്പം മടിയും. അവൻ കാരറ്റ് കൃഷി ചെയ്യാനുള്ള വഴി ആലോചിച്ചു. ഇവിടെ കുറച്ച് വിളവെടുത്ത കാരറ്റ് ഇരിക്കുന്നുണ്ട്. വിത്ത് നടുമ്പോൾ നിനക്കിടയ്ക്കൊക്കെ ഓരോ കാരറ്റ് എടുക്കാം. ആ സമയത്ത് റോബുവിൻ്റെ കൂട്ടുകാരൻ സോബു മുയൽ അവിടെ എത്തി. കളിക്കാൻ വിളിച്ചു. സൂത്രക്കാരനായ റോബു പറഞ്ഞു, കൂട്ടുകാരാ നിന്നാട്ടെ, കാരറ്റൊരെണ്ണം തിന്നാട്ടെ, ഒന്നിച്ചൊന്നായി കളിച്ചിടാൻ എന്നോടൊപ്പം വന്നാട്ടെ. നല്ല രുചിയുള്ള കാരറ്റ് ഒരു കഷ്ണം റോബു സോബുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പുതിയ കളി കളിക്കാം. ഇവിടെല്ലാം കുത്തികളക്കി മറിക്കണം, പുല്ലെല്ലാം പറിച്ച് കളിക്കണം. ആദ്യം തീർത്ത് കഴിയുന്നവർക്ക് കാരറ്റ് സമ്മാനം കിട്ടും. അത് കേട്ട് മരത്തിലിരുന്ന ചില്ലുവണ്ണാനും താഴെ പൊത്തിലെ എലിക്കുട്ടനും ഓടിയെത്തി. അവരും പുതിയ കളിക്ക് കൂടി. നിലമെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓരോ കാരറ്റ് സമ്മാനമായി ലഭിച്ചു. അടുത്തതായി വരിയൊപ്പിച്ച് കാരറ്റ് നടുന്ന മത്സരമാണ്. അപ്പോഴേക്കും അണ്ണാൻകുട്ടൻ്റെയും എലിക്കുട്ടൻ്റെയും കൂട്ടുകാർ വന്നു കഴിഞ്ഞു. അവരും മത്സരിച്ച് കാരറ്റ് വരിയൊപ്പിച്ച് നട്ടു. ഓരോ കാരറ്റ് വീതം സമാനമായി കൂട്ടുകാർക്ക് കിട്ടി. ഇത് കണ്ട് മുയൽക്കുട്ടന്മാരും കൂടെ എത്തി. 2 ദിവസം കൊണ്ട് ആ പ്രദേശത്ത് മുഴുവനും കാരറ്റ് നടാൻ അവർക്ക് കഴിഞ്ഞു. അച്ഛൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മയ്ക്ക് സന്തോഷമായി. ഏതായാലും മോൻ മിടുക്കനായി. എത്ര എളുപ്പത്തിൽ കാരറ്റ് വിത്തുകൾ നട്ടു കഴിഞ്ഞു. ഇതൊക്കെ എനിക്ക് നിസ്സാരമല്ലേ എന്ന മട്ടിൽ റോബു കണ്ണിറുക്കി കാണിച്ചു.